ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കാണുന്നത് ഒരു ലക്ഷറി ബോട്ടിക് റിസോർട്ടാണ്. ബ്ലൂ സാൽസ് മാനർ, നീൽഗിരി വാലി എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര്. ഇതൊരു സെയിലിനുള്ള പ്രോപ്പർട്ടി ഒന്നുമല്ല, നമ്മൾ റീസെൻ്റ്ലി സ്റ്റേ ചെയ്തൊരു റിസോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കാരണം എനിക്ക് തോന്നി ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം എന്നുള്ളത്. വളരെ ചെറിയൊരു വ്ളോഗായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്, കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഊട്ടിയിലാണ്. നമ്മൾ ഊട്ടി ടൗൺ എത്തുന്നതിന് ഒരു 10 കിലോമീറ്റേഴ്സ് മുൻപായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. നമ്മുടെ ലോറൻസ് സ്കൂളിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും, ലൗഡേയിൽ, അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത് ബ്ലൂ സാൽസ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ ഈ ഒരു ലക്ഷറി ബോട്ടിക് റിസോർട്ട്സ് മാനേജ് ചെയ്യുന്നതിൽ വളരെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ ഈ ബ്ലൂ സാൽസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പല പ്രോപ്പർട്ടീസിലും ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഊട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം കൊച്ചിയിലൊക്കെ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും നല്ല ചൂടായിട്ടുണ്ട്. അപ്പം മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് ഊട്ടി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വ്ളോഗ് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കണ്ടപ്പം, ഇതിൻ്റെ ഒരു വ്യൂ കണ്ടപ്പം, ഇവിടുത്തെ ഒരു ലൊക്കേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കിത് എന്തായാലും ആഡ് ചെയ്യണമെന്ന് തോന്നി. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നീൽഗിരി വാലിയുടെ വ്യൂ ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രോപ്പർട്ടീസിൽ ഊട്ടിയിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂ കിട്ടുന്നൊരു പ്രോപ്പർട്ടി ഞാൻ അധികം കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തടസ്സവും ഇല്ലാതെ ആ നീൽഗിരി വാലി കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് പറയേണ്ട കാര്യമില്ല, കാരണം ഞങ്ങൾ ഫെബ്രുവരിയിലാണ് ട്രാവൽ ചെയ്തത്. ഇനി എനിക്ക് തോന്നുന്നു മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ ഇവിടുത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാ സ്ഥലത്തും ചൂടാവുമ്പം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഊട്ടി എന്ന് പറയുന്നത്. ഇവിടേക്കുള്ള ഡ്രൈവൊക്കെ പ്രത്യേക രസമാണ് കേട്ടോ, നല്ല സീനിക്കായിട്ടുള്ള ഒരു ഡ്രൈവാണ്. പിന്നെ നമുക്ക് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. ഊട്ടി ടൗണിൻ്റെ ആ ഫുള്ള് തിരക്ക് കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടേക്ക് വരുന്നില്ല. വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഇനി ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ലക്ഷറി വില്ലയാണ്. ഇതിൽ നമുക്ക് 4 ബെഡ്റൂമുകളാണ് വരുന്നത്. എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ ഈ ഒരു വീട് അവർ ഇൻറ്റീരിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ലിവിങ്, ഡൈനിങ്, അപ്പർ ലിവിങ്, കിച്ചൺ എല്ലാം വരുന്ന ഒരു വീടാണിത്. ശരിക്കും പറഞ്ഞൊരു 4 ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഇവിടെ താമസിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. മിനിമം 2 ഫാമിലിയെങ്കിലും ഉണ്ടെങ്കിലാണ് ഇവരിത് കൊടുക്കുക. അപ്പം 2 പേര് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർ വേറെ ആർക്കും ആ റൂംസ് ഒന്നും ഒരു പ്രൊവൈഡ് ചെയ്യില്ല. 2 പേരെങ്കിലും മിനിമം വേണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പം ഞങ്ങളാണെങ്കിലും 2 ഫാമിലിയാണ് പോയത്. അപ്പം നമ്മളും വളരെയധികം എൻജോയ് ചെയ്തു, അവരും വളരെയധികം എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ ആണെങ്കിലും കുറേ കളിക്കാനും ഒക്കെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളാണെങ്കിലും ഒത്തിരി എൻജോയ് ചെയ്യുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. പിന്നെ ഇവിടെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു ഫാമിലി ഉണ്ട്. പ്രഭു ചേട്ടനും വൈഫുമാണ് ഇവിടെ നമ്മൾ ടേക്ക് കെയർ ചെയ്തതൊക്കെ. അപ്പോൾ അവരുടെ ഫുഡൊക്കെ എടുത്ത് പറയേണ്ടതാണ്, ഭയങ്കര ഹോംലി ഫുഡായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല സർവീസായിരുന്നു അവരുടെ. അപ്പം അവർ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്തു. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ വരുന്ന സ്ഥലത്ത് ഫുഡ് മോശമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. അപ്പം ഫുഡ് നമുക്ക് എല്ലാവർക്കും വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കളിക്കാനും പിന്നെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ നിങ്ങൾ വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ബിസി ലൈഫിൽ നിന്ന് നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനും ഒരു പ്രോപ്പർട്ടിയാണിത്. ആ ഒരു ക്ലൈമറ്റ് തന്നെയാണ് അവിടുത്തെ ആ ഒരു റിലാക്സേഷൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ കാലത്തൊക്കെ എഴുന്നേറ്റുള്ള ആ ഒരു സൺറൈസ് വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു, എനിക്ക് തോന്നി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് ആണെന്ന്. കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു സൺറൈസാണ് നമുക്കവിടെ ആ ഒരു 2 ദിവസങ്ങളിൽ കാണാനായിട്ട് പറ്റിയത്. അപ്പം ഞങ്ങളുടെ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ നമ്മളിതിന് മുൻപും 1-2 ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ റെയറാണ് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് കാണിക്കാറുള്ളത്. പക്ഷേ അന്ന് ആ പ്രോപ്പർട്ടി കാണിച്ചപ്പോഴും പലരും പറഞ്ഞിരുന്നു ഞങ്ങളവിടെ പോയിരുന്നു, സ്റ്റേ ചെയ്തിരുന്നു, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ ഊട്ടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമുക്കിവിടെ ശരിക്കും പറഞ്ഞൊരു 25,000 തൊട്ടൊക്കെയാണ് ഇവരുടെ പാക്കേജസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല പല പാക്കേജസ് ഉണ്ട്, പല പല ഓപ്ഷൻസ് ഇവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ തരും. ഒരു ഊട്ടിയിൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്ത് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. ഞാൻ ഊട്ടിയിൽ പോയതുകൊണ്ടാണ് അത് മെയിനായിട്ട് കാണിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ എൻ്റെ ക്ലയൻസിന് വർക്കൗട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അവരത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് കണ്ടു നോക്കുക, ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, സ്റ്റേ ചെയ്ത് നോക്കുക. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും നല്ല ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇനിയും നമുക്ക് ഫ്യൂച്ചറിൽ ഇത് ഇടാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.